പണ്ടൊരു കൊച്ചച്ഛൻ ധ്യാനം കൂടാൻ വന്നിട്ട് ആ കൊച്ചച്ഛനുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യ, എൻ്റെ അച്ഛ ഞാനൊരു അച്ഛനാകേണ്ടത് തീരുമാനം എടുത്ത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഓർമ്മ വെച്ച നാള് മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് അൾത്താര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന് 500 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഒന്നുമില്ല. അപ്പന് ആരോടെങ്കിലും കടം മേടിക്കാം, പക്ഷെ അപ്പന് കടം ചോദിച്ചാൽ നാട്ടുകാർ ആരും കൊടുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്നറിയാം. മോശം ആളായതുകൊണ്ടല്ല, ഒരുപാട് മേടിച്ചിട്ടുണ്ട് നാട്ടുകാരെ നിന്ന്, ഇപ്പോഴും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പതിവ് പോലെ പിറ്റേ ദിവസം അഡ്മിഷൻ എടുത്തിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പള്ളി ചെന്ന് കഴിയുമ്പോൾ കുർബാന കഴിഞ്ഞിറങ്ങി വന്ന സമയത്ത് വികാരി അച്ഛൻ പള്ളിമേടയിലേക്ക്, ഇത് അച്ഛനോട് ആരും പറഞ്ഞിട്ടില്ല, അച്ഛൻ അറിയാം ഇവന്റെ കുടുംബം അവസ്ഥയൊക്കെ, ഇവൻ +2 പ്രവേശനത്തിന് ഒരുങ്ങുകയാന്നുള്ളത്. പള്ളിമേടയിലേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നീ എല്ലാ ദിവസവും അൾത്താര ശുശ്രൂഷ ചെയ്യാൻ വന്നതാ, നീ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കല്ലേ, നിനക്കിതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവർ എടുത്ത് ആ ചെറുപ്പക്കാരൻ്റെ കൈ കൊടുത്തു. പണ്ടത്തെ 1000 രൂപ നോട്ടുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 2000 രൂപ നോട്ട്. ആ ചെറുപ്പക്കാരൻ ആ പൈസ കൊണ്ടാണ് യൂണിഫോം വാങ്ങിച്ചതും പുസ്തകം മേടിച്ചതും അഡ്മിഷൻ എടുത്തതും. അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുത്തു, എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ വേദനിക്കുന്ന സമയത്ത് ഒരച്ഛൻ എൻ്റെ ജീവിതത്തിനൊരു വിളക്കായി മാറിയെങ്കിൽ എനിക്കും ഇതുപോലെ ഒരു പുരോഹിതനാണെന്ന്. +2 കഴിഞ്ഞ് അദ്ദേഹം സെമിനാരിൽ ചേർന്ന ഒരു വൈദികനായി.